ഹായ് ഫ്രണ്ട്സ്, മീൻ കഴിക്കുന്നവരുടെ കാര്യമൊന്നും പറയണ്ട. കപ്പൽ മുങ്ങുന്നതോടെ വീട്ടിൽ പാചകം ചെയ്യുന്നവരുടെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ കുറച്ച് കൊഞ്ച് കിട്ടി റോസ്റ്റ് ചെയ്യാനുള്ള പുറപ്പാടായി. അതിനുവേണ്ടി സാധനങ്ങളൊക്കെ എടുത്ത് അരിഞ്ഞു വെച്ചു. കൂടെ തന്നെ ബീട്രൂട്ടും കഷ്ണങ്ങളാക്കി ചോപ്പറിലിടുന്നുണ്ട്. ഒരടുപ്പിൽ റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് മറ്റേ അടുപ്പിൽ തോരനും റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ തോരനും റെഡിയാക്കി റോസ്റ്റിന് വേണ്ട പൊടികളൊക്കെ ചൂടാക്കി എടുക്കുന്നു. ഞാൻ പൊടികൾ ചൂടാക്കിയാണ് ഇടുന്നത്. അങ്ങനെ പൊടികളൊക്കെ ചൂടാക്കി ഫ്ലെയിം ഓഫ് ചെയ്തെന്ന് വിചാരിച്ച് കൊഞ്ച് ക്ലീനാക്കാൻ വെക്കും. കൊഞ്ച് ക്ലീനാക്കി വന്നപ്പോഴത്തേക്ക് പൊടികളൊക്കെ പൊടി കരിഞ്ഞതിൻ്റെ പേരിൽ വീട്ടിലുള്ളവരുടെ ചുമ കേൾക്കും. അങ്ങനെ അതൊക്കെ മാറ്റിയിട്ട് പൊടികളൊക്കെ വീണ്ടും എടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് ജോലികളൊക്കെ തീർക്കാമെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ കഴുകിയെടുത്തതാണ് കൊഞ്ചിന് ഈ നിറം വരാൻ കാരണം, അതായത് മഞ്ഞ നിറം. അങ്ങനെ റോസ്റ്റൊക്കെ റെഡിയാക്കി. ചോറിൻ്റെ കൂടെ ആണല്ലോ കൊഞ്ച് റോസ്റ്റ്, അപ്പോൾ കുറച്ച് രസവും കൂടെ വെക്കേണ്ടി വന്നു. ചോറിൻ്റെ കൂടെ ചക്കപ്പുഴുക്കും കൊഞ്ച് റോസ്റ്റും തോരനും മാങ്ങ ഉപ്പിലിട്ടതും രസവും കൂടെ എല്ലാം അടിപൊളിയായിരുന്നു.